2020 ലോകകപ്പ് വിജയിച്ച് കപ്പ് ഉയർത്താനായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഒരു നടത്തമുണ്ട്. മന്ദം നിന്ന് നടന്ന ആ യാത്ര വെറുതെയല്ല. രോഹിത് ശർമ്മ അനുകരിച്ചത് റെസ്ലിംഗ് ഇതിഹാസം റിക് ഫ്ലെയറെയാണ്. റെസ്ലിംഗ് റിംഗിലേക്ക് റിക് ഫ്ലെയർ പലപ്പോഴും ഈ രീതിയിൽ നടന്നാണ് വരാറുള്ളത്. തലയെടുപ്പിനെ സൂചിപ്പിക്കുന്ന നടത്തമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു. ദി നേച്ചർ ബോയ് എന്നും റിക് ഫ്ലെയർ അറിയപ്പെടുന്നുണ്ട്. ICCയും റെസ്ലിംഗ് ഇതിഹാസത്തിന്റെ പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിരീട നേട്ടത്തോടെ രോഹിത് ശർമ്മ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കലും പ്രഖ്യാപിച്ചു. ഇത് തന്റെ അവസാന മത്സരമാണ്. കളിച്ചു തുടങ്ങിയ കാലം മുതൽ 2020 ക്രിക്കറ്റ് താൻ ആസ്വദിച്ചു. ഗുഡ് ബൈ പറയാൻ ഇതിലും നല്ല സമയമില്ല. എല്ലാ നിമിഷവും ഞാൻ ആസ്വദിച്ചു. ഇതാണ് തനിക്ക് വേണ്ടത്. ലോകകപ്പ് നേട്ടത്തോടെ വിരമിക്കുക. രോഹിത് ശർമ്മ പ്രതികരിച്ചു. 2020 ലോകകപ്പിൽ 7 റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഒരു ഘട്ടത്തിൽ 30 പന്തിൽ 30 റൺസ് എന്ന നിലയിൽ ഇന്ത്യൻ ടീം തോൽവിയെ മുഖാമുഖം കണ്ടിരുന്നു. എന്നാൽ കൃത്യമായി ബൗളർമാരെ ഉപയോഗിച്ച് രോഹിത് ശർമ്മയും സംഘവും ഇന്ത്യൻ ടീമിന് അർഹിച്ച വിജയം നേടിയെടുത്തു. എന്തായാലും കായിക പ്രേമികൾ ഒന്നടങ്കം രോഹിത് ശർമ്മയുടെ ഈ നടത്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഒപ്പം എന്നും ഓർമ്മിക്കപ്പെടേണ്ടത് രോഹിത് ശർമ്മ ഈ നടത്തം T20യിൽ നടന്നു കയറിയത് കോഹ്ലിയുടെ കൈ പിടിച്ചുകൊണ്ടാണ്. ലോകകപ്പ് വിജയത്തോടെയാണ് രോഹിത്തും കോഹ്ലിയും വിരമിക്കുന്നത്. ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ഏതൊരു തിരക്കഥയെക്കാളും മികച്ചതാണ് ഇരുവരുടെയും കരിയറുകൾ. മികച്ച താരങ്ങളായ ഇരുവരും ഇന്ത്യൻ ക്രിക്കറ്റിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രോഹിത്തിനും കോഹ്ലിക്കും എല്ലാ ആശംസകളും നേരുന്നു. PTIക്ക് നൽകിയ അഭിമുഖത്തിൽ ഗംഭീർ ഇങ്ങനെയാണ് പറഞ്ഞത്. അതെ, ലോക കിരീടം ഉയർത്തിയ രോഹിത് കോഹ്ലി യുഗത്തിന് അവസാനമായിരിക്കുന്നു. ആദ്യം നീലക്കുപ്പായം അണിഞ്ഞത് ഹിറ്റ്മാൻ ആണ്. പക്ഷെ പടവെട്ടി വിജയിച്ചത് രാജാവും. ഹിറ്റ്മാൻ പടയോട്ടത്തിന് ഒരൽപ്പം കാത്തിരിക്കേണ്ടി വന്നു. അവർ പരസ്പരം മത്സരിച്ചു. ലോകവേദികളിൽ പലതവണ രാജ്യത്തിനായി പോരാടി. രാജാവ് രാജ്യത്തലവനായി. പിണങ്ങി നിന്ന കാലത്തിന് ആയുസ്സുണ്ടായില്ല. രാജ്യത്തിന്റെ വിജയത്തിനായി രാജാവ് സിംഹാസനം ഒഴിഞ്ഞു. ഹിറ്റ്മാൻ പടത്തലവനായി. വിജയങ്ങൾ അവരൊരുമിച്ച് ആഘോഷിച്ചു. തോൽവികളിൽ ഒന്നിച്ചു കരഞ്ഞു. കാലം എല്ലാവർക്കും നീതി നൽകുന്ന സമയമുണ്ട്. വിജയങ്ങൾ പൂർത്തിയാക്കി അവർ കളം വിടുകയാണ്. രോഹിത് കോഹ്ലി യുഗത്തിന്റെ അവസാനത്തിന്റെ തുടക്കമായി. ലോക ക്രിക്കറ്റിൽ ഇന്ത്യ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തിയാണെന്ന്. വിജയങ്ങൾ നമ്മെ തേടി ഇനിയും എത്തും. പക്ഷേ ഇനിയൊരു ഇതിഹാസത്തിന് കാത്തിരിക്കേണ്ടതുണ്ട്.